എന്താ വർക്കൊന്നുമില്ല, എന്താ വീഡിയോ കണ്ടിട്ടിരിക്കണേ? അടിപൊളി ചിക്കൻ കൊണ്ടാട്ട തിന്നാൻ തോന്നുന്നു. ചിക്കൻ കൊട്ടാണ്ട വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ചിക്കൻ ഉണ്ടോ അവിടെ? ചിക്കൻ അല്ലല്ലോ, ചിക്കൻ വാങ്ങിട്ട് വന്നാലോ? ചിക്കൻ വാങ്ങിട്ട് പോവാ. ചിക്കൻ കൊണ്ടാട്ടം ഞാൻ ഉണ്ടാക്കി തരാം. അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുകയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഉള്ളി നല്ല നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇത്ര സ്പീഡൊന്നും ഉണ്ടാവില്ല, കുറച്ച് വീഡിയോൻ്റെ ഇതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറയുക, ചെറിയ ഉള്ളി കുറച്ച് കട്ട് ചെയ്താലേ അത് നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ കുറച്ച് ക്യാരറ്റ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചിക്കൻ നല്ല കഴുകി വെച്ചതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല അത് മുഴുവനായിട്ട് അതിലിടുക. അതിട്ടിട്ട് ഒരു ചെറുനാരങ്ങൻ്റെ ഒരു നീര് ഒന്ന് ഫുള്ളായിട്ട് പിഴിയുക. ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് എടുക്കാം നമുക്ക്. അത് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഉപ്പ് വേണം കേട്ടോ. അത് വേണം കിട്ടാൽ മതി. ഉപ്പ് ആവശ്യമുള്ളവർ ഉപ്പിടുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് മാറ്റം വരുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വൈറ്റ് എള്ളുണ്ടല്ലോ, അതൊരു 5000 സംതിങ് ഇടുക, വൈറ്റ് എള്ള്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുക. നന്നായിട്ട് കൈ വെച്ച് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നന്നായി അപ്ലൈ ചെയ്യണം. അതിനിപ്പോൾ സ്റ്റാൻഡേർഡൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഗ്ലൗസ് വെച്ചിട്ടൊന്നും വേണമെന്നില്ല. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ചട്ടി എന്ത് ചെയ്യുക, നന്നായി ചൂടാൻ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. ഓയിലത് കിട്ടില്ല. നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നല്ല ചൂടായോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ നോക്കുക. ജസ്റ്റ് ഒരു കറിവേപ്പില എങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് ചൂടായോ എന്ന് നോക്കുക. ചട്ടി അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ കഴുകി വെച്ച കറിവേപ്പില കുറച്ച് അധികം ഇടുക. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൊണ്ടാട്ടത്തിൽ ലാസ്റ്റ് ഒരു നല്ലൊരു ഫ്ലേവറും അതെന്ത് ചെയ്യുക, അതൊന്ന് പൊടിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് മൂത്ത് വരാറാകുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ക്യാരറ്റും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ക്യാരറ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് ഫ്രൈ ചെയ്യുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, കരിഞ്ഞു പോകാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഇതാക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഏകദേശം അതായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മളത് കോരി മാറ്റി. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് അത്യാവശ്യം കൂടുതലിടാം, കാരണം നമുക്ക് നന്നായി ഫ്രൈ ആവണ്ട, ചിക്കൻ വെന്ത് കിട്ടിയാൽ മതി. കാരണം നമ്മൾ കൊണ്ടാട്ടമാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ട് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി, വെന്ത് കിട്ടിയാൽ മതി ചിക്കൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മുഴുവൻ അതിലിട്ടിട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. അത് കാരണം തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടയിലൊന്ന് ഇടതൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാനേ. പിടിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാം പ്രാവശ്യം അതിലോട്ട് ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് കുറച്ച് കൂടുതലിടാം, നമുക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കത് അത്ര ക്രിസ്പി ആവണമെന്നില്ല, ചിക്കൻ നന്നായി വെന്ത് കിട്ടിയാൽ മതി. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള മുഴുവൻ ചിക്കനും കൂടെ അതിലോട്ട് ഇടാം. ഒന്നുകൂടെ ഒന്ന് നന്നായി ഫ്രൈ ആവട്ടെ. നമ്മളിട്ട രണ്ടാം പ്രാവശ്യം ഇട്ട ചിക്കനും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അതെന്ത് ചെയ്യാം, അതൊന്ന് കോരി മാറ്റി വയ്ക്കാം. അത് മുഴുവനായിട്ട് ഒന്ന് എടുത്ത് വേറെ മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ചട്ടി മാറ്റിയിട്ട് ഒരു ഉരുളി വയ്ക്കാം. നല്ലൊരു അടി കട്ടിയുള്ള നല്ലൊരു ഉരുളി വെച്ചിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച ചിക്കൻ്റെ അതേ ഓയിലുണ്ടല്ലോ അത് തന്നെ മതി നമുക്ക്, കാരണം മസാല ടൈപ്പാണല്ലോ. അതുകൊണ്ട് അതേ എണ്ണ തന്നെ നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ആ വലിയ ഉള്ളി, സവാളയും ചെറിയ ഉള്ളി, അതായത് കൊച്ചുള്ളി എന്ന് പറഞ്ഞാൽ ആ ഉള്ളിയോടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് സിമ്മാക്കിയിട്ട് വഴറ്റിയാൽ മതി, കാരണം എണ്ണ പൊരിച്ചതായതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഒരു കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിന് ശേഷം നമ്മൾ ഒരു 3-4 വറ്റൽ മുളക് അതിലിട്ടോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സമയം സിമ്മിൽ വെച്ചാൽ മതി. സിമ്മിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കുക. സിമ്മിലിട്ടാൽ മതി, കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല കനമുള്ള ഉരുളിയാണെങ്കിൽ അത്ര പെട്ടെന്നാവില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ചില്ലി ഫ്ലേക്സ്
ഒരു 4 സ്പൂൺ, ഒരു 2 സ്പൂൺ മതി. 4 സ്പൂൺ വേണ്ട, 2 സ്പൂൺ. ചെറിയ സ്പൂണിലാണെങ്കിൽ 2-3 സ്പൂൺ ഇടാം. അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റാം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കോ, ആ ക്യാരറ്റിൻ്റെ കുറച്ച് പീസ് ഉണ്ടായിരുന്നു, അതും കൂടെ അതിലോട്ടിടാം. എന്നിട്ട് നന്നായി ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ നമ്മൾ നേരത്തെ മസാല അത് എണ്ണ ആയതുകൊണ്ട് കൂടുതൽ പൊടികളുടെ ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ മസാലയിലും ചിക്കനിലൊക്കെ മസാല ഇറങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പൊടികളിടാത്തത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മല്ലിപ്പൊടി ഒരു 2-2.5 സ്പൂണോ മല്ലിപ്പൊടി നമുക്കതിലോട്ട് ആഡ് ചെയ്യാം. വഴറ്റി കൊടുത്തതിന് ശേഷം ടൊമാറ്റോ സോസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊരു 3-4 സ്പൂൺ മതി. അത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കട്ടായിട്ട് നമുക്ക് വരുന്നില്ല. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് ഇതാക്കി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ കളർ കണ്ട നല്ല റെഡ് കളറായിട്ട് വരും. ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സൊക്കെ നമുക്ക് അതിൽ വരും. അപ്പോൾ നമ്മൾ ആ നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന ആ കരിവേപ്പിലയും അതേപോലെ ചില്ലിയൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ട് വേണം നമ്മളിടാൻ. നന്നായി ഒന്ന് പൊടിച്ചിട്ട് എന്ത് ചെയ്യുക, അതിലോട്ട് ഇടുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് വരും. അത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മണം നമുക്ക് അടുത്തോട്ട് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അതൊന്ന് വഴറ്റി. എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന ആ ചിക്കൻ ആ മസാലയിലോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായി ഒന്ന് വഴറ്റണേ, കാരണം അതിൻ്റെ മസാലയിൽ നിന്നും അതേപോലെ തന്നെ ചിക്കനിൽ നിന്നുള്ള ഒരു ഫ്ലേവറൊക്കെ നമുക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളതൊരു ഭംഗിക്ക് വേണ്ടി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മല്ലിച്ചപ്പൊക്കെ വേണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഒരു കാഴ്ചക്കുള്ളൊരു ഭംഗിക്ക് വേണ്ടിയാണ്. പൊറോട്ട നമ്മൾ വാങ്ങിയതാണ്. എന്തായാലും രാവിലെ പറഞ്ഞ ആളിനെ കൊണ്ട് അഭിപ്രായം എങ്ങനെയുണ്ട് ചോദിക്കാം. ഇപ്പം എന്തായി ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയുണ്ട് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. ഇത് സെറ്റാണ്. ഇത് സെറ്റാണ്. സെറ്റല്ലേ? അങ്ങനെയല്ല, ഒരു പൊറോട്ടൻ്റെ പീസ് എടുത്തിട്ട് ആ ചിക്കൻ വയ്ക്കും, എന്നിട്ട് കഴിക്കും. അല്ല, പീസൊക്കെ ഭയങ്കര സ്മൂത്തി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഭയങ്കര നന്നായിട്ടുണ്ട്.